വെൽക്കം ടു ആർ.എസ്. ആസ്ട്രോ ടാരോട്ട്. എയർ സൈന് വേണ്ടിയിട്ടുള്ള 7 ദിവസത്തെ റീഡിംഗ് ആണ്. ആദ്യം തന്നെ ജെമിനിയുടെ വായിച്ചിട്ടുണ്ട്. അടുത്തത് ലിബ്ര, തുലാരാശിക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ്. ഹെൽത്ത് പരമായിട്ടുള്ള നല്ലൊരു സമയമല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള പീരീഡുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സമയത്ത് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് മൈൻഡ് എന്തൊക്കെയോ പല ചിന്തകളാണ്. എന്തെങ്കിലുമൊക്കെ ഉള്ള നേട്ടങ്ങളെ നോക്കാതെ അതിലും കൂടുതൽ ഇല്യൂഷണറി മൂവ്മെൻ്റാണ് മനസ്സിനെ കാണിക്കുന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട്. ഇപ്പോൾ കറണ്ടിലുള്ള സമയമാണെങ്കിൽ ബിസിനസ് പരമായിട്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള സമയമാണ്. ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളാണ്. ജോലി ചെയ്യുന്നവരാണേലും ഇൻക്രിമെൻറ്റും കാര്യങ്ങളും കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്ന ഒരു സമയമാണ് 1-2 മാസത്തിനുള്ളിൽ. വിദേശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് വരുന്നുണ്ട്. അതിന് ശ്രമിച്ചാൽ കിട്ടുന്നതാണ്. ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്. കഴിഞ്ഞ പ്രയാസങ്ങളൊക്കെ ഹെൽത്ത് പരമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ഡൈജഷൻ ഇഷ്യൂ, നെർവസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന 4-5 മാസത്തിനുള്ളിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. റീഡിങ് പലപ്പോഴും ഒരാഴ്ചത്ത് പറയുമ്പോഴും പല കാർഡുകളും നമുക്ക് റീസെൻ്റ്ലി കഴിഞ്ഞു പോയ 6 മാസം തൊട്ട് വരാനിരിക്കുന്ന 6 മാസത്തിൻ്റെ പല കാർഡുകളിലും റീഡിങ് വരുന്നുണ്ട്. അപ്പോഴേ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക വ്യൂവേഴ്സ്. ഇത് സോൾ എനർജിയുടെ കാർഡാണ്. എനർജി ഹാർമണൈസേഷനാണ് പറഞ്ഞത്. ചക്ര അലൈൻമെൻറ്റ്, മെഡിറ്റേഷൻ ചെയ്യണം നല്ലപോലെ. എനർജി ഫ്ലോ സ്മൂത്ത് ആകാൻ, മനസ്സിനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷനായിട്ട് ചെയ്യാനും മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണേലും ആ ദൈവത്തിൽ വിശ്വസിച്ച് 10 മിനിറ്റ് ധ്യാനം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിന് പുരോഗതിയും പുതിയ വഴികൾ മനസ്സിന് ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യും. നല്ല നല്ല കാര്യങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ളതിന് പുതിയൊരു നമുക്കൊരു മുന്നോട്ട് നയിക്കാനുള്ളൊരു ശക്തി നമ്മളിൽ ഉണ്ടാകും. ഒരു ഒറക്കിൾ കാർഡൂടെ എടുക്കുകയാണ്. വോയ്സ് ഓഫ് ദി മൂൺ, നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ട്. ഈശ്വരനെ പ്രെയർ ചെയ്ത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ കൂടെ ഉണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ, വിശ്വസിക്കുന്നവരാണെങ്കിൽ പൗർണമി ദിവസം വ്രതം വെച്ചിട്ട് വെളുത്ത പായസം ഉണ്ടാക്കി രാത്രി ചന്ദ്രനെ നിവേദിച്ചിട്ട് അടുത്ത ദിവസം അത് പ്രസാദമായിട്ട് കുട്ടികൾക്ക് വിതരണം ചെയ്യണം.